صلى الله عليه وسلم يقول إنما الأعمال بالنيات وإنما لكل امرئ ما نوى فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته إلى دنيا يصيبها أو امرأة ينكحها فهجرته إلى ما هاجر إليه متفق عليه. نقل رواه البخاري ومسلم. പഠിക്കണം. രണ്ടാമത്തെ ഹദീസ് عن عبد الله بن عمر بن الخطاب അതായത് ഉമർ ബിൻ ഖത്താബിന്റെ മകൻ. عن عبد الله بن عمر بن الخطاب ولو حركتم ശ്രദ്ധിച്ച് എഴുതി പഠിക്കണം. ഹർക്കത്ത് പാടില്ല. عن عبد الله بن عمر بن الخطاب رضي الله عنهما. എന്തുകൊണ്ടാണ് ഹുമ പറയാൻ കാരണം? എന്താ റളിയല്ലാഹു അൻഹുവിന്റെ അർത്ഥം? അള്ളാഹു അദ്ദേഹത്തിൽ തൃപ്തിപ്പെടട്ടെ. അൻഹു ഒരാളാണെങ്കിൽ, രണ്ടാളാണെങ്കിൽ അൻഹുമ. ഉമറും സഹാബിയാണ്, മോൻ അബ്ദുള്ളയും സഹാബിയാണ്. രണ്ടാളായതുകൊണ്ടാണ് അൻഹുമ എന്ന് പറയുന്നത്. സ്ത്രീയാണെങ്കിലോ അൻഹ. പക്ഷേ സെൽഫോണില്ല, ഉള്ളെഴുതുന്നത് അതങ്ങനെ മതി. قال قال رسول الله صلى الله عليه وسلم قال رسول الله صلى الله عليه وسلم بني الإسلام على خمس بني الإسلام على خمس شهادة أن لا إله إلا الله
وإقام الصلاة وإيتاء الزكاة والحج وصوم رمضان. عن عبد الله بن عمر بن الخطاب رضي الله عنهما قال قال رسول الله صلى الله عليه وسلم بني الإسلام على 5: شهادة أن لا إله إلا الله وأن محمدا رسول الله وإقام الصلاة وإيتاء الزكاة والحج وصوم رمضان. متفق عليه. ഹദീസ് നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. അർത്ഥവും നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ ഹദീസിന്റെ അർത്ഥം നിയ്യത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ പോലെ വാക്കുകളുടെ അർത്ഥം പറയണം. उर्दू सब चाहते हैं, गुंडा उर्दू आयो उर्दू भी लाट मुंबई पटिല്ല ബോംബെയിൽ പോട്ടെ. അമാൽ കദാർ മദാർ നിയത്ത് പോട്ടെ കറക്റ്റ് അർത്ഥം. ഇത് നീ ഇംഗ്ലീഷിൽ നിന്ന് എഴുതിയിട്ട് ഇപ്പോഴത്തോ ഇതേ മറ്റേതാക്കിയ പോലെ കിട്ടില്ല. കറക്റ്റ് ഓരോ വാക്കുകളുടെ അർത്ഥം. وإنما لكل امرئ ما نوى. എന്താർത്ഥം? وإنما لكل امرئ തീർച്ചയായും എല്ലാ മനുഷ്യർക്കുമുണ്ട് മാ നവ അവനെന്താണോ നീയത്താക്കിയത്. അതിന്റെ ഉദാഹരണമാണ് ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ആരെങ്കിലും അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കുമാണ് ഹിജ്റ പോയതെങ്കിൽ, അതായത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും റസൂലിനെ അനുസരിച്ച് ജീവിക്കാനും വേണ്ടിയാണ് ഹിജ്റ പോയതെങ്കിൽ ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. ഒരു നിയ്യത്ത് പോലെ തന്നെ അവന്റെ ഹിജ്റ അള്ളാഹിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും തന്നെയാണ്. ഇനി വമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ യുസീബുഹാ, അവന് ലഭിക്കുന്ന ദുനിയാവിന് വേണ്ടിയാണ് ഹിജ്റ പോയതെങ്കിൽ, അവ ഇംറഅത്തിൻ യൻകിഹുഹ, അല്ലെങ്കിൽ അവന് കല്യാണം കഴിക്കാനുള്ള പെണ്ണിന് വേണ്ടിയാണ് ഹിജ്റ പോയതെങ്കിൽ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, എന്തിനേക്കാണോ പോയത് അത് കിട്ടും, അല്ലാണ്ട് എന്താവൂല ഹിജ്റ ആവില്ല. എല്ലാം എഴുതിയില്ലേ? عن عبد الله بن عمر بن الخطاب رضي الله عنهما. عبد الله താണ് സഹാബിയുടെ പേര്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ് ആര്? ഈ അബ്ദുല്ലാഹ്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ട പേര്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ, ജിഹാൽ ബിൻ മുസ്തഫ എന്ന് പറയുന്ന പോലെ. ഉമറിന്റെ ബാപ്പ ആരാ? ഖത്താബ്. ഉമർ ഇബ്ൻ ഖത്താബ്. ഖത്താബിന്റെ മകൻ ഉമറിന്റെ മകൻ അബ്ദുല്ലാഹ്. മുസ്ലിം പല പേരെന്താ?
അബൂബക്കർ. അതിൻ്റെ പോലെ അറിയില്ല. സിനാന്റെ അബ്ദുള്ള. അതിൻ്റെ ഒപ്പം അവർക്കറിയാം. അങ്ങനെ അറിയണം. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല, അദ്ദേഹം പറഞ്ഞു. ഇത് ഷോർട്ടായിട്ടുള്ള സ്ഥലത്താണ്, മനസ്സിലായോ? ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇമാം ബുഖാരിയും മുസ്ലിമുമാണ്. അപ്പം അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്ന് ഇമാം ബുഖാരി വരെ എത്തുന്ന കുറെ ആൾക്കാരുണ്ട്. അവരൊന്നും പറയാതെ ഷോർട്ടാക്കി പറഞ്ഞതിനോടെ അറിയാം. പെട്ടെന്ന് കാണാണ്ട് പഠിക്കാൻ നിങ്ങൾ പഠിക്കുന്നില്ല. കാരണം സനതെല്ലാം പറഞ്ഞാൽ പഠിക്കൽ പ്രയാസമാവും. അതുകൊണ്ടാണ് പറയാതെ. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുനിയൽ ഇസ്ലാം, ബുനിയ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. നിർമ്മിക്കാനുള്ള ഒരു കെട്ടിടം നിർമ്മിക്കാനോ കെട്ടിടം ഉണ്ടാക്കാനോ പറയുന്നത് എന്താ പറയാ? സ്ഥാപിക്കുക. ആ, നിങ്ങളുടെ ഭാഷ എന്താ പറയുക? ബേസ്മെന്റ് അല്ല. ബുനിയ, ബന എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു, ഉണ്ടാക്കി, സ്ഥാപിച്ചു. ഇതൊക്കെയാണ് ഒരു കെട്ടിടം, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിൽ നിങ്ങളുടെ ഭാഷ പറയും കെട്ടപ്പെട്ടു എന്ന് പറയുന്നത് എങ്ങനെയാ? ബന, ബുനിയ രണ്ട് വാക്കാണ്. ബന എന്ന് പറഞ്ഞാൽ കെട്ടി, ബുനിയ കെട്ടപ്പെട്ടു. ഉദാഹരണത്തിന് അടിച്ചു, അടിക്കപ്പെട്ടു. എന്താ വ്യത്യാസം? നിഹാൽ അടിക്കപ്പെട്ടു. എന്താർത്ഥം? അടികൊണ്ട്. നിഹാൽ അടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരോ നിഹാലിനെ അടിച്ചെന്നതിന്റെ അർത്ഥം. വ്യത്യാസം മനസ്സിലായോ? ഇല്ല. നിഹാൽ സഹായിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരോ എളുപ്പം. അതാണ് ബുനിയ, നിർമ്മിക്കപ്പെട്ടു. നിർമ്മിച്ച ആളെ പറയുന്നില്ല, സ്ഥാപിക്കപ്പെട്ടു. എന്ത്? അൽ ഇസ്ലാം, ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അലാ ഖംസിൻ, 5 കാര്യങ്ങളുടെ മേൽ. അല എന്ന് പറഞ്ഞാൽ മേൽ എന്നർത്ഥം. ഖംസ് 5. അപ്പൊ 5 കാര്യങ്ങളുടെ മേലാകുന്നു ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അർത്ഥം മനസ്സിലായോ? ഒന്ന്, ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമയിലുള്ള ഷഹാദയാകുന്നു. ഒന്ന്. വ ഇഖാമിസ് സ്വലാത്തി, ഇഖാം എന്ന് പറഞ്ഞാൽ നിലനിർത്തുക, കണ്ടിന്യൂ ആയിട്ട് ചെയ്യുക. അസ്സലാത്ത്, നിസ്കാരം. വ ഈതാഇസ് സകാത്ത്, സകാത്ത് കൊടുക്കുക. ഈതാ എന്ന് പറഞ്ഞാൽ കൊടുക്കൽ, നൽകൽ. വൽ ഹജ്ജി, ഹജ്ജും.
വസൗമി റമദാന, റമദാൻ മാസത്തിലെ നോമ്പും ആകുന്നു ആ 5 കാര്യങ്ങൾ. അർത്ഥം മനസ്സിലായോ? അതായത് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട തൂണുകളാണ് ഈ 5. ഇത് മാത്രമല്ല ഇസ്ലാം. ഈ പറഞ്ഞ 5 കാര്യങ്ങൾ മാത്രമല്ല ഇസ്ലാം. ഇസ്ലാമിൽ ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇഷ്ടംപോലെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കാര്യങ്ങളെക്കാളെല്ലാം പ്രധാനപ്പെട്ടതാണ് ഈ 5. ഈ 5 ഇല്ലാതെ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല. ഒരാൾ നല്ല സ്വഭാവമാണ്, അത് ഇസ്ലാമാണ്. സൽസ്വഭാവം എന്നത് ഇസ്ലാമിന്റെ ഭാഗമാണ്. മുസ്ലിമുകൾ ആരായിരിക്കണം? നല്ല സ്വഭാവക്കാരായിരിക്കണം. മോശ സ്വഭാവം മുസ്ലിമുകളുടെ സ്വഭാവമല്ല, ഇസ്ലാമിലതില്ല. പക്ഷെ ഒരാൾ നല്ല സ്വഭാവമാണ്. സലാമത്തെ 2ാമത്തെ നല്ല ഉറക്കത്തിലാണ്. ഉറക്കമില്ല, ഇല്ല, അത് 2 അതൊക്കെ. പിന്നെ നല്ല സ്വഭാവമുണ്ട്, പക്ഷെ നിസ്കാരമില്ല. ഇതൊന്നും കാര്യമുണ്ടോ? ഭയങ്കര ധർമ്മിഷ്ഠനാണ്. പാവങ്ങളെ സഹായിക്കാനും വ്യക്തികളെ സഹായിക്കാനും പള്ളിക്ക് കൊടുക്കാനും മദ്രസക്ക് കൊടുക്കാനും ഒക്കെ ഇഷ്ടംപോലെ പൈസ കൊടുക്കും. പക്ഷെ ഷഹാദയില്ല, കാര്യമില്ല. അപ്പൊ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട തൂണുകളാണ്. ഈ 5 പറയുന്ന പേരാണ് അർക്കാനുൽ ഇസ്ലാം. എങ്ങനെ അർക്കാൻ എഴുതുക? ഹംസ റാ കാഫ് അലിഫ് നൂൻ, അർക്കാൻ. അർക്കാനുൽ ഇസ്ലാമി 5. അർക്കാനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ തൂണുകൾ. തൂണെന്ന് റുക്കനിന്റെ ബഹുവചനമാണ് അർക്കാൻ. പില്ലർ, പില്ലർ. റുക്കൻ എന്ന് പറഞ്ഞാൽ പില്ലർ, അർക്കാൻ അതിന്റെ ജമാണ്. അതാണ് ഈ 5. അപ്പൊ ഈ 5 ഏതെങ്കിലും ഒന്നില്ലാതായിട്ട് ബാക്കി എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല. വേറെ കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദീസിൽ പഠിക്കാനുണ്ടാവും. മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ കൈ കൊണ്ടോ നാവ് കൊണ്ടോ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തവനാണ് എന്ന് പറഞ്ഞത്. ഒരാൾ അങ്ങനെ ഒന്നും ഉപദ്രവിക്കലില്ല. എല്ലാവർക്കും സഹായം മാത്രം, എല്ലാവർക്കും ഉപകാരം മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ റമദാൻ മാസത്തിന് നോമ്പെടുക്കൂല, ചെയ്തുകൊണ്ട് കാര്യമില്ല. കാരണം പിന്നത് പോയി. അപ്പൊ ഇസ്ലാം ഒരു ബിൽഡിംഗ് ആണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിന്റെ 5 തൂണുകളാണ് ഈ 5. ഇതിലേതെങ്കിലും ഒന്ന് പോയാൽ, ഒരു തൂണ് പോയി എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒളിഞ്ഞു. അപ്പൊ ഇത് നിർബന്ധമായിട്ടുണ്ടായാൽ പറ്റുള്ളൂ ഒരു മുസ്ലിമിന്. അതിനാണ് ഒരു മുസ്ലിം എന്ന് പറയാൻ സാധിക്കൂല. ഈ 5 ക്ലിയറായി. അപ്പൊ എന്തായി? ഫൗണ്ടേഷനായി. പിന്നെ ഇതിന്റെ മോള് പണിയുന്ന ബിൽഡിംഗ് ആണ് ബാക്കി പറയപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പൊ ഇസ്ലാം എന്തായി? പൂർണ്ണമായി. ഒരു കൊല പണിയാണ് നമ്മൾ. ആദ്യം എന്ത് പണി? കൊലയുണ്ടാക്കുമ്പോ ആദ്യം എന്താ ഉണ്ടാക്കുക? പില്ലറാണ്, ഫൗണ്ടേഷൻ, തറകൾ. പിന്നെ അതിന്റെ കൂടെ എന്ത് കിട്ടും? മതിലുകൾ. പിന്നെ ജനല് വെക്കും, ഡോറ് വെക്കും. പിന്നെ എന്ത് ചെയ്യണം? കോൺക്രീറ്റ് ചെയ്യും. പിന്നെ സിമെന്റ് തേക്കും. പിന്നെ പെയിന്റ് അടിക്കും. അത് കഴിഞ്ഞിട്ട് ഫർണിച്ചർ ഉണ്ടാവും. അങ്ങനെ സാധനം ചെയ്യാം. അതെല്ലാം കൂടി ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു വീട് എന്ത് ചെയ്യാം? വീടാവുക. മനസ്സിലായോ? തറയിട്ടു, കല്ല് കെട്ടി, മതില് കെട്ടി, പക്ഷെ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. ഒരേന്ന് പറയുന്നു ഇല്ല. കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ സിമെന്റ് ഇട്ടിട്ടില്ല. ഒരാൾ പറയും, പക്ഷെ എന്ത് പറയില്ല? പൂർത്തിയായിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. സിമെന്റ് കൊണ്ട് പെയിന്റ് ഇട്ട് ഫർണിച്ചർ
പൊട്ടിച്ചെടുത്ത് കൊണ്ട് വെച്ച് പുറത്തൊരു കാറെല്ലാം വെച്ച് വല്യഹാന്റെ പോലെ കാണുന്നില്ല. അപ്പൊ പോലെ പറയോ പറയാനായിട്ടില്ല, കാരണം ഇനിയും പണിയുണ്ടത്രേ. അത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് ഒരാടിനെ അറുത്ത് ബിരിയാണി വെച്ച് അമ്മനെ പിടിച്ച് പോയിട്ട് തിന്നുമ്പോൾ എന്തായി ഒരേ. അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ഇത് 5 തൂണുകൾ അർക്കാനുൽ ഇസ്ലാം. പക്ഷെ ഇതിന്റെ മുകളിൽ പിന്നെ നമുക്ക് എന്തെല്ലോ പണിയാനുണ്ട്. വിശ്വാസങ്ങൾ പറഞ്ഞെന്ന സ്വഭാവവും അതും ഇതുമെല്ലാം കൂടിയിട്ടൊരു വീട് പോലെ. അതാണ് ഇസ്ലാം. ഇതിന്റെ റുക്കിനാണ്, അതായത് തൂണുകളാണ്. ഒന്ന് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എന്താ ഷഹാദത്തിന്റെ അർത്ഥം? കരാർ. കരാർ മീൻസ് ഗവാഹി. ഇംഗ്ലീഷിന് വിറ്റ്നസ്, സാക്ഷി. എന്നാൽ വേറെ വാക്കുകൂടി ഇംഗ്ലീഷിലുണ്ട്. അപ്പൊ നമ്മള് 2 ആളുകൾ തമ്മിൽ ഒരു കരാർ എഴുതിയിട്ടപ്പോഴേ എഗ്രിമെന്റ്. എഗ്രിമെന്റ് ആണ് ഷഹാദ. അതിന് ശരിക്കുള്ള അർത്ഥം എഗ്രിമെന്റ്. ആരോട്? അടിമയും അല്ലാഹുവും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. എന്ത് കാര്യത്തിൽ? അൻ തീർച്ചയായും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിനക്ക് മാത്രമേ ഞാൻ ഇബാദത്ത് ചെയ്യുള്ളൂ. എന്റെ റബ്ബ് നീ മാത്രമാണ്, എന്റെ ഇലാഹും നീ മാത്രമാണ്. ഞാൻ എന്ത് ചെയ്യൂല? നീ അല്ലാത്ത ഒരാളോട് ദുആ ചെയ്യൂല, സഹായം തേടൂല. നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണമോ അതൊന്നും നീ അല്ലാത്ത ആൾക്ക് വേണ്ടി ഞാൻ ചെയ്യൂല. മനസ്സിലായോ? അതാണ് കരാർ. അള്ളാഹ്ക്ക് വേണ്ടി എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അതൊന്നും അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഞാൻ ചെയ്യില്ല. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കരാർ അല്ലെങ്കിൽ ആ എഗ്രിമെന്റ് പാലിച്ചാലേ ആരാവൂ? മുസ്ലിം ആവുള്ളൂ. ആ എഗ്രിമെന്റിൽ എന്തെങ്കിലും തകരാറ് വന്നാൽ അതിനർത്ഥം ഓലെ ഇസ്ലാം പൊളിഞ്ഞു എന്നാണ്. അത് നമ്മൾ അഖീദയിൽ പഠിക്കും ബാക്കി കാര്യങ്ങൾ. പിന്നെയോ വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, രണ്ടാമത്തെ എഗ്രിമെന്റ്. ആദ്യം എന്ത് പറഞ്ഞു? ഞാൻ ഇബാദത്ത് നിനക്ക് മാത്രമേ ചെയ്യൂ. അതെങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചതുപോലെ. ഇതാണ് രണ്ടാമത്തെ എഗ്രിമെന്റ്. മനസ്സിലായോ? അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. വഅന്ന മുഹമ്മദൻ, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ദൂതൻ ആകുന്നു. അതായത് എനിക്ക് വേണ്ടി ദീൻ എന്താണ് എന്ന് പറഞ്ഞുതരാനും സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കാനും ഞാൻ എന്ത് ചെയ്യണമെന്ന് എന്നെ പഠിപ്പിക്കാനും എനിക്ക് വേണ്ടി അള്ളാഹു അയച്ചു തന്ന റസൂലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? അപ്പൊ ഈ ഇബാദത്ത് ഞാൻ നിങ്ങൾക്ക് മാത്രമേ ചെയ്യൂ. ഒന്നാമത്തെ കരാർ. രണ്ടാമത്തെ കരാർ, ആ ഇബാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ചെയ്ത് കാണിച്ചത് അങ്ങനെയേ ഞാൻ ചെയ്യുള്ളൂ. അപ്പൊ കരാർ പൂർത്തിയായി. അപ്പൊ ഇസ്ലാമിന്റെ ഒന്നാമത്തെ തൂണായി. അങ്ങനെ ഒരാൾ ആ കരാർ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് അയാൾ ചെയ്യേണ്ടതാണ് 5 നേരത്തെ നിസ്കാരം. നിസ്കരിക്കൽ എന്നല്ല പറയാം. ഇഖാമത്തുസ്സലാം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ആണ്, നിലനിർത്തലാണ്. തോന്നുമ്പോൾ നിസ്കരിച്ചാൽ നിസ്കാരക്കാരനാവില്ല. ഇഷ്ടമുള്ളപ്പോൾ മാത്രം നിസ്കാരം, ഇല്ലെങ്കിൽ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിസ്കാരം. എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ നിസ്കാരം ഒഴിവാക്കി കളയുക. അല്ലെങ്കിൽ കാരണങ്ങളൊന്നുമില്ലെങ്കിലും ഇന്നിപ്പം വേണ്ട എന്ന് വെക്കുക. ഇതൊന്നും മുസ്ലിമല്ല, ഇവനൊന്നും മുസ്ലിം ആവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളുടെ കാലത്ത് എന്ന് പറയാം, എന്തെങ്കിലും ഒരു കാര്യം ഒഴിവാക്കൽ കൊണ്ട് നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് നമ്മൾ വിശ്വസിച്ചത് നിസ്കാരത്തെ സംബന്ധിച്ച് മാത്രമാണ്. നിസ്കാരം ഒഴിവാക്കിയാൽ തന്നെ മുസ്ലിം ഇസ്ലാമിന്റെ പുറത്തായി. ബാക്കി ഒരു കാര്യങ്ങൾക്കും അങ്ങനെയില്ല. ഇപ്പൊ നോമ്പ് നോക്കാതിരുന്നാൽ ഇസ്ലാമിന് പുറത്തു പോകില്ല, പാപിയാവുകയുള്ളൂ. എന്നാൽ നോമ്പ് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാലോ ഇസ്ലാമിന് പോയി. സക്കാത്ത്, ഒരാൾ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ കാഫിറാവില്ല, പാപി മാത്രമേ ആവൂ, കുറ്റക്കുറ്റയുള്ളൂ. എന്നാൽ സക്കാത്ത് എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ലാന്ന് തള്ളിക്കളഞ്ഞാലോ കാഫിറായി. പക്ഷെ നിസ്കാരം നിഷേധിക്കണം എന്നില്ല, ഒഴിവാക്കിയാൽ മതി, ഇസ്ലാമിന് പുറത്തായി കാഫിറായി.
അവിടെ രണ്ടാമത്തെ തൂണായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഇഖാമിസ് സ്വലാത്ത്, ഷഹാദത്ത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ 5 നേരത്തെ നിസ്കാരം കൃത്യമായും നിർവഹിക്കുന്നവൻ, നിലനിർത്തുന്നവൻ. സുബ്ഹ് തൊട്ട് ഇശാ 5 നേരത്തെ നിസ്കാരം, സുബ്ഹ്, പിന്നെ ദുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ. ഈ 5നും 5 സമയങ്ങളുണ്ട് അല്ലേ? ആ സമയത്ത് നിസ്കരിച്ചാലേ നിസ്കാരാവും. നമുക്ക് തോന്നിയ സമയത്ത് നിസ്കരിച്ചാൽ അള്ളാഹു നിസ്കാരമായിട്ട് പരിഗണിക്കില്ല. കാരണം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു എന്തു പറഞ്ഞിട്ടുണ്ട്? ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതൻ. ഏതാണ് ആയത്ത്? അത് ചോദ്യം വളരെ പഠിച്ചു വെച്ചോ. സൂറത്ത് അൻ-നിസാഇലെ 103-ാമത്തെ ആയത്ത്. ആയത്തിന്റെ ഒരു ഭാഗമാണ് ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. സൂറത്ത് അൻ-നിസാഇന്റെ 103-ാമത്തെ ആയത്ത്. എന്നർത്ഥം ഇന്ന സ്വലാത്ത, തീർച്ചയായും നിസ്കാരം, കാനത് അലൽ മുഅ്മിനീന, അത് മുഅ്മിനീങ്ങളുടെ മേൽ നിർബന്ധമായിരിക്കുന്നു. എങ്ങനെ? കിതാബൻ മൗഖൂതൻ, സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധമായ കാര്യം ആകുന്നു. അപ്പൊ നിസ്കരിക്കാനും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ സമയവും പറഞ്ഞത്. അള്ളാഹു പറഞ്ഞ സമയത്ത് നിസ്കരിച്ചാലേ അള്ളാഹ് കൽപ്പിച്ചനുസരിച്ചുള്ള നിസ്കാരമാകും. നമുക്ക് തോന്നിയ സമയത്ത് നിസ്കരിച്ചാലോ അത് നമ്മൾ ഇഷ്ടപ്പെട്ട നിസ്കാരം മാത്രമേ ആവൂ, അള്ളാഹു പറഞ്ഞ പോലെ ആവില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു വക്ത് നിസ്കാരം ആരെങ്കിലും ഒരാൾ ഒരു കാരണവുമില്ലാതെ ഒഴിവാക്കിയാൽ, പിന്തിപ്പിച്ചാൽ, ഒഴിവാക്കിയാൽ പോയി കുഴപ്പമില്ല, പിന്തിപ്പിച്ചാൽ, സമയത്തെ തൊട്ട് പിന്തിപ്പിച്ചാൽ, കാരണമില്ലാതെ. അപ്പൊ പിന്തിപ്പിക്കാനുള്ള കാരണമുണ്ട്. 2 കാരണം. ഒന്ന് ഉറങ്ങി പോവാം, അല്ലെങ്കിൽ മറന്നു പോകും. രാവിലെ പിന്തിപ്പിക്കാൻ പറ്റില്ല. രാവിലെ സമയത്ത് നിസ്കരിക്കണം, പക്ഷെ ജമാഅത്ത് നിസ്കാര സമയത്ത് നിസ്കരിച്ചിരിക്കണം. പിന്നെ ഉറങ്ങിപ്പോയി, നെറ്റെണീച്ചു, അപ്പത്തേക്ക് കുറച്ച് സമയം പോയിട്ടുണ്ട്, അയാൾക്ക് പ്രശ്നമില്ല. അല്ലെങ്കിൽ ജോലി തിരക്കുള്ളതിൽ മറന്നുപോയി, അത് സംഭവിക്കാം, മനുഷ്യന്മാർക്ക് മറവി ഉണ്ടാവും. ആ 2 കാരണങ്ങൾ കൊണ്ട് സമയം ഒരല്പം ലേറ്റായാൽ പ്രശ്നമില്ല. അല്ലാതെ നല്ല ഓർമ്മയുണ്ട്, ഇപ്പൊ നിസ്കരിക്കണം എന്നറിയാം, നല്ല ബോധമുണ്ട്, പക്ഷെ പലപ്പോഴും എന്ത് ചെയ്തു, അതിനങ്ങ് ഒഴിവാക്കി വന്നു, സമയത്തെ തൊട്ട് പിന്തിപ്പിച്ചു. പിന്നീട് അയാള് ആ നിസ്കാരം നിസ്കരിച്ചു, എന്നാലും അള്ളാഹുവിന്റെ അടുത്തത് പരിഗണിക്കപ്പെടില്ല. എന്തുകൊണ്ടാണ്? അള്ളാഹ് കൽപ്പിച്ചതിനനുസരിച്ചോ നിസ്കരിച്ചിട്ടില്ല. മനസ്സിലായോ? പിന്നെ നിസ്കരിച്ചതോ ഓന്റെ മനസ്സ് പറയും പോലെയാണ്. നമ്മളെ മനസ്സ് പറയും പോലെയല്ല നമ്മൾ നിസ്കരിക്കേണ്ടത്. പിന്നെയോ അള്ളാഹു കൽപ്പിച്ച സമയത്താണ്. അപ്പോഴെന്താവും? അനുസരണയാവുള്ളൂ. അപ്പോഴേ അനുസരണയാവുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ നമ്മള് മദ്രസത്തിനൊരു ടൈം വെച്ചു, 7 മണിക്ക് മദ്രസയിൽ വരണം. അപ്പൊ നിങ്ങൾ എത്ര മണിക്ക് വരണം? 7 മണിക്ക് വരണം. 7 മണിക്ക് എത്തിയാൽ മതി. നിങ്ങൾ 7:10 വന്നു, വരേണ്ടത് വന്നു. ഓൾറെഡി നിങ്ങൾ മദ്രസയിൽ സംഭവം വന്നു, പക്ഷെ മദ്രസ പറഞ്ഞ ടൈമിന് വന്നിട്ടില്ല. അപ്പൊ എന്താവൂല? വന്നതായിട്ട് പരിഗണിക്കൂല, ആദ്യ പട്ടികയിൽ പേരുണ്ടാവില്ല. സംഭവം ക്ലാസ്സിലുണ്ടായി, പക്ഷെ എന്ത് ആബ്സെന്റ് ആണ്. അതേപോലെ നിസ്കരിക്കേണ്ട നിസ്കരിച്ചിട്ടുണ്ടാവും, പക്ഷെ എന്തായില്ല? അള്ളാഹു പറഞ്ഞ സമയത്ത് ആയില്ല. അത് പ്രശ്നമാണ്. നിസ്കാരത്തെ നിലനിർത്തുകയും ചെയ്യുക. അതാണ് 2ാമത്തെ തൂണ്. അപ്പൊ ഒന്ന് ഷഹാദ, അള്ളാഹുള്ള കരാർ കൊടുത്തു, ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. പിന്നെ ഉടനടി ചെയ്യേണ്ട കാര്യമാണെന്ത്? 5 നേരത്തെ നിസ്കാരം കൃത്യമായി പ്രവഹിക്കുക. നിസ്കാരമാവുന്നത് എപ്പോഴാണല്ലോ? നിസ്കാരത്തിന്റെ അർത്ഥം എന്താ? സ്വലാ എന്ന് പറഞ്ഞാൽ ദുആ, പ്രാർത്ഥന.
നിസ്കാരമേ എന്താണ്? ദുആയാണ്. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക പ്രവൃത്തികളും വാക്കുകളും ഒക്കെയാണ് നിസ്കാരം. നിസ്കാരം തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ. അവസാനിക്കുന്നതോ അസ്സലാമു അലൈക്കും. അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാനും പറയാനും ഒക്കെ ഉണ്ട്. അതെന്താന്ന് കൃത്യമായിട്ട് പഠിക്കണം. എന്താ ചെയ്യേണ്ടത്, അതെങ്ങനെയാ ചെയ്യേണ്ടത്, അതിൽ ഓരോന്നിനും നമ്മൾ എന്താണ് പറയുന്നത്, ഇതെല്ലാം കൃത്യമായും പഠിച്ച് അറിഞ്ഞ് ചെയ്താലേ നിസ്കാരമാവുള്ളൂ. എന്തെങ്കിലും സർക്കസ് മാത്രമേ ഉള്ളൂ. ഇതിന് നല്ല എക്സസൈസാണ് നിസ്കാരം, വേറൊന്നുമില്ല. കാര്യത്തിന്റെ കാര്യത്തിൽ നല്ല ഗൗരവമാണ്. അതിൻ്റെ ഓരോ കാര്യങ്ങളും, അതിൻ്റെ ഫർദുകള്, ഷർത്തുകള്, വാജിബാത്തുകൾ, അതിൻ്റെ സുന്നത്തുകൾ, അതെങ്ങനെ ഏറ്റവും നല്ല രീതിയിലാക്കാൻ പറ്റും അത് പഠിച്ചെടുക്കണം. എന്നിട്ട് ഏറ്റവും നല്ല അവസ്ഥയിൽ വേണം നിസ്കരിക്കാൻ. പൊട്ടിപ്പൊളിഞ്ഞ പണിയായിക്കൂടാ. ജോലി ചെയ്തു, എന്നാൽ അത് തൃപ്തിയില്ലാത്ത ജോലിയാണെങ്കിൽ ഒരു രസമില്ല. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ എങ്ങനെ കൈ പൊക്കണം, എങ്ങനെ കൈ കെട്ടണം, എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം. കാരണം അള്ളാന്റെ മുമ്പിൽ നിൽക്കല്ലേ. അമ്മ വിളിച്ചിട്ട് അള്ളാന്റെ വീട്ടിലേക്ക് വന്ന് അള്ളാന്റെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിന്നോ, എങ്ങനെ ചെയ്തോ, വളരെ നീറ്റിൽ, വളരെ ഭംഗിയായി, വളരെ സാവകാശമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. ധൃതി കാണിക്കുക, വളരെ സ്പീഡാക്കുക, ഒന്നും നിസ്കരിച്ചിട്ട് കാര്യമില്ല. അതൊന്നും നിസ്കാരത്തിന്റെ ഭാഗമേ അല്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഏറ്റവും ഭംഗിയുള്ള പ്രവൃത്തി 5 നേരത്തെ നിസ്കാരമായിരിക്കും. കാണുന്ന ഒരാൾക്ക് തോന്നണം, മാഷാ അല്ലാഹ് നല്ല നിസ്കാരം. ആ രീതിയിൽ അടക്കത്തിലും ഒതുക്കത്തിലും നല്ല കോലത്തിലും വേണം നിസ്കരിക്കണം. അതൊക്കെ ഇഖാമത്തുസ് സ്വലാത്തിൽ പെട്ടതാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, നിസ്കരിക്കുന്നവർക്കാണ് നാശം. ഏതാണ്? പക്ഷെ എന്താ പ്രശ്നം? നിസ്കരിക്കുന്നുണ്ട്, എന്നാലും അവർക്ക് തലകൊണ്ടെന്നാ പറഞ്ഞത്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം അശ്രദ്ധരാണ് എന്ന് പറഞ്ഞാല് വെറുതെ നിസ്കരിച്ചോ, എങ്ങനെ അവർക്ക് തലകൊണ്ട് ക്ലിയറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കുന്നതെന്നാണോ നിങ്ങൾ കണ്ടത്, അതേപോലെ വേണം. കാരണം ഇസ്ലാമിന്റെ തൂണിൽപ്പെട്ട കാര്യം, ഒരു അഖീദയിലെ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ എന്ത് പറഞ്ഞു? ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ഇസ്ലാം സ്ഥാപിതമായത് 5 കാര്യങ്ങളുടെ മേലാണ്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തിലുള്ള ഷഹാദയാകുന്നു. 2, വ ഇഖാമിസ് സ്വലാത്ത്, നിസ്കാരം നിലനിർത്തലാകുന്നു. വ ഈതാഇസ് സകാത്തി, 3, സകാത്ത് കൊടുക്കലാകുന്നു. എന്താ സകാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ? പൈസക്കാരായ ആളുകൾ, പൈസക്കാരായ ആളുകൾ, പണക്കാരായ ആളുകൾ ഒരു നിശ്ചിത സമയമെത്തിയാൽ, വെറുതെ കൊടുത്തോണ്ടിരിക്കല്ല, അത് സദഖാന്നാ പറയും. നിശ്ചിത സമയം എന്ന് പറഞ്ഞാൽ 1 വർഷം എത്തിയാൽ നിശ്ചയിക്കപ്പെട്ട കണക്കനുസരിച്ച് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് സകാത്ത്. നിശ്ചിത സമയം എന്ന് പറഞ്ഞാൽ 1 ഇയർ, 1 വർഷം. ആ 1 വർഷം മുഴുവനും എനിക്ക് ആ പൈസ എന്റെ കൈവൽ ഉണ്ടാവണം. എത്രയാ കൊടുക്കേണ്ട കണക്ക്? 2.5. 1 ലക്ഷം രൂപയുടെ 2.5 എത്രയാണ്? ഞാൻ മാത്തമാറ്റിക്സിന്റെ ടീച്ചറെ കുറ്റമായി നോക്കാൻ, 1 ലക്ഷത്തിന്റെ 2.5 എത്രയാണ്? എത്ര?
എത്രടാ ഒന്നുകൂടി പറ. എത്ര വർഷം സ്കൂളില്? 5. പറയാനായി. 1,00,000 രൂപയുടെ 2.5 എത്ര വരും? എത്രടാ? ഇതൊന്നും ഡൗട്ടുള്ളവരെ 2,500 രൂപ. പക്ഷെ ഈ 1,00,000 ഒരു വർഷം മുഴുവൻ നമ്മളെ കൈമിലുണ്ടാവും. ജനുവരി 1 നമ്മൾ ബാങ്കിലെടുക്കും. എത്ര? 1,00,000 രൂപ. എത്ര? 2024 25 ജനുവരി 1 ആയി. അപ്പോഴും ആ 1,00,000 കൂടെ ഉണ്ട് ബാങ്കിലുണ്ട്. നിർബന്ധമായും 2,500 രൂപ എനിക്ക് തന്നു. മനസ്സിലായോ? കൊടുക്കൽ നിർബന്ധം. അതാണ് സക്കാത്ത്. കൊടുത്തേ പറ്റുള്ളൂ. സക്കാത്ത് എന്ന വാക്കിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്നെന്താ അറിയോ? തസ്കിയത്ത്, പ്യൂരിഫിക്കേഷൻ. ശുദ്ധിയാക്കാൻ. നമ്മുടെ കൈമിലുള്ള സമ്പത്തിനെ ശുദ്ധിയാക്കാനാണ് സക്കാത്ത്. എന്നുവെച്ചാൽ സക്കാത്ത് ഒരാൾ കൊടുക്കാതിരുന്നാൽ അയാളെ സ്വത്ത് മൊത്തം എന്തായി? അഴുക്കായി, മോശമായി. കാരണം അന്യന്റെ സ്വത്ത് അതിൽ പെട്ടു. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഞാനൊരു പൈസക്കാരനാണെങ്കിൽ എന്റെ ബാങ്കിൽ 1,00,000 രൂപ ഉണ്ടെങ്കിൽ ഒരു വർഷം പൂർത്തിയായാൽ അതിൽ 2,500 രൂപ പിന്നെ എന്റേതല്ല. അത് ആരാണോ അർഹതപ്പെട്ടത് അയാളതാണ്. ഞാൻ കൊടുക്കാതിരുന്നാൽ എന്തായി? അയാളുടെ പൈസ ഞാൻ എടുത്തു വെക്കലായി. അപ്പൊ എന്റെ പൈസ മൊത്തം എന്തായി? എത്ര മണിക്ക് അടിച്ചേ? 2 മണിക്കല്ലേ? വണ്ടിയിൽ കൊണ്ടുപോയി ഉപ്പുണ്ടല്ലോ. പിന്നെ ചിലപ്പോൾ മനസ്സിലായോ? അതുകൊണ്ട് സക്കാത്ത് എന്ന് പറഞ്ഞാൽ തസ്കിയത്താണ്. നമ്മളെ കൈമേലുള്ള പൈസനെ ശുദ്ധിയാക്കലാണ്. കൊടുക്കാതെ ഇങ്ങനെ കൂട്ടിവെച്ച് നമ്മളെ പൈസ മൊത്തം ഇതായി പോകും, മോശമായി പോകും, ഉള്ളതായി പോകും. രണ്ടാമത്തെ അർത്ഥം എന്താ പറയുക? വളർച്ച, വർധനം എന്ന് പറഞ്ഞാല് പൈസ അധികരിക്കുന്നതിന് പറയാ ഇൻക്രീസിങ്. ഈ 2 അർത്ഥമുണ്ട് സക്കാത്ത്. അപ്പൊ സക്കാത്ത് കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരാളെ പൈസ ഒരിക്കലും കുറയില്ല. മനസ്സിലായോ? അത് കൂടിക്കൊണ്ട് പോകും. അതേപോലെ വൃത്തിയായി ഹലാലായിക്കൊണ്ടേ പോകും. സക്കാത്ത് കൊടുക്കാതിരുന്നാലോ അഴുക്കുമാവും. കുറച്ച് കാലം കഴിയുമ്പോൾ എല്ലാം ഇല്ലാണ്ടാവും. ഇസ്ലാമിന്റെ നിയമം ഒരിക്കലും തെറ്റില്ല. മനസ്സിലായോ? ആർക്കാ സക്കാത്ത് കൊടുക്കേണ്ടത്? കൊടുക്കേണ്ടത് പൈസക്കാരൻ. ആർക്കാ കൊടുക്കേണ്ടത്? സൂറത്തുൽ തൗബ 60-ാമത്തെ ആയത്ത്. സൂറത്തുൽ തൗബ 60 means 60. إنما الصدقات للفقراء والمساكين والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل. ആയത്തും പഠിക്കണം. അതിന്റെ അർത്ഥം ഇംഗ്ലീഷിലോ കന്നഡയിലോ നോക്കിയിട്ട് പഠിച്ചോളൂ. ഇംഗ്ലീഷിൽ അറിയോ? ഞാൻ ഭയങ്കര മനസ്സിലായല്ലോ? അതാണ് രണ്ടാമത്തെ, മൂന്നാമത്തെ റുക്ൻ. നാലാമത്തതോ വൽ ഹജ്ജ്. ചില റിവായത്തുകളിൽ നാലാമത്തത് സൗമു റമദാനാണ്. പിന്നെയാണ് ഹജ്ജ് വന്നിട്ടുള്ളത്. രണ്ടായാലും പ്രശ്നമില്ല. വൽ ഹജ്ജ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ, ഹജ്ജ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ?
അത് ഉദ്ദേശിക്കുക. ഉദ്ദേശിക്കൽ മീൻസ് ഇന്റൻഷൻ. അതായത് ഹജ്ജ് കർമ്മം പ്ലാനാണ്. ഹജ്ജ് കർമ്മം നിർവഹിക്കാനായി കഅബാലയത്തെ ഉദ്ദേശിച്ചുകൊണ്ട് പോവൽ, ഇതാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? എവിടെ ചെന്നാലേ ഹജ്ജ് നിർവഹിക്കാൻ പറ്റൂ? മക്കത്ത് പോകണം, എന്നാലേ ഹജ്ജ് നടക്കുള്ളൂ. ഇസ്ലാമിന്റെ ബാക്കി എന്ത് കാര്യവും നമുക്ക് എവിടുന്ന് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഹജ്ജ് ചെയ്യണമെങ്കിൽ മക്കത്ത് പോയേ പറ്റും. കഅബയിലും പിന്നെ മിനായിലും മുസ്ദലിഫയിലും അറഫയിലുമായി ചെയ്യുന്ന 4 സ്ഥലങ്ങളിൽ, ഒന്ന് മസ്ജിദുൽ ഹറാം, തവാഫും സഈ, പിന്നെ മിന, പിന്നെ അറഫ, പിന്നെ മുസ്ദലിഫ. ഈ 4 സ്ഥലങ്ങളിൽ വെച്ച് ചെയ്യുന്ന കുറെ കർമ്മങ്ങൾ, 6ഓളം കാര്യങ്ങൾ, ഇതാണ് ഹജ്ജ്. അപ്പൊ ഈ ചെയ്യണമെങ്കിൽ തന്നെ പോകണം, നമുക്ക് തന്നെ പോകണം. ദുൽഹിജ്ജ മാസത്തിൽ ഇത്രയധികം ശ്രേഷ്ഠത വരാനുള്ള ഒരു കാരണം എന്താ അറിയോ? ആ ഒരു മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിലാണ് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഈ 5 എണ്ണവും ചെയ്യാൻ പറ്റുന്ന സമയം. നിസ്കാരം എപ്പോഴും ഉണ്ട്, നോമ്പും റമദാൻ മാസം വരുമ്പോ, പിന്നെ സക്കാത്ത് സമയം എപ്പോഴും കൊടുക്കാം, ഹജ്ജും ദുൽഹിജ്ജ മാസത്തിലെ ആ ദിവസങ്ങളിൽ മാത്രം, ദുൽഹിജ്ജ 8, 9, 10, 11, 12, 13 ആ ദിവസങ്ങളിലേ ചെയ്യാൻ പറ്റുള്ളൂ, വർഷത്തിലൊരിക്കൽ. അപ്പൊ ആ നോമ്പ് എപ്പോഴും എടുത്തൂടെ? ഫർദ് നോമ്പായാലും സുന്നത്ത് നോമ്പ് കൊടുക്കാം. ബാക്കി ഏത് അമലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും കൊടുക്കാം. ഹജ്ജോ ആ സമയത്ത് മാത്രമേ പറ്റൂ, ആ സ്ഥലത്ത് മാത്രമേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഹജ്ജിന്റെ ആ മാസങ്ങളിൽ, ആ ദിവസങ്ങളിൽ ഹജ്ജും നടക്കും, നിസ്കാരവും നടക്കും, നോമ്പും നടക്കും, സക്കാത്തും നടക്കും, ഒക്കെ നടക്കും. അതുകൊണ്ടാണ് ആ ദിവസങ്ങൾക്ക് അത്രയും 365 ദിവസത്തില് ദുനിയാവിൽ ഏറ്റവും അഫ്ദലായത് ഈ 10 ദിവസമാണ്. ബാക്കി 355 ദിവസത്തേക്കാൾ ശ്രേഷ്ഠമാണ് ഈ 10 ദിവസം. കാരണം ഹജ്ജയിലുള്ളതുകൊണ്ടാണ്. അപ്പൊ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഉദ്ദേശിക്കൽ, അത് മനസ്സ് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോവുക, അതിനാണ് ഈ ഹജ്ജ് എന്ന് പറയുക. ഹജ്ജിന്റെ കൂലി എന്താ? സ്വർഗമാണ്. ഹജ്ജിന്റെ കൂലി സ്വർഗമാണ്. മനസ്സിലായോ? അതാരാ ചെയ്യേണ്ടത്? 3 കാര്യങ്ങളുള്ളവർക്ക് ഹജ്ജ് നിർബന്ധമുള്ളൂ. ഒന്ന്, എന്താവണം? ആരോഗ്യം വേണം, ഉഷാറുണ്ടാവണം, അല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. 2, പൈസ വേണം. പാവങ്ങൾക്ക് എന്തില്ല ഹജ്ജ് നിർബന്ധമില്ല. നിങ്ങളെല്ലാം പൈസക്കാരില്ല. എല്ലാവരും പൈസക്കാരാകട്ടെ. 3, പോയി വരാനുള്ള യാത്രാ സൗകര്യം ഉണ്ടാകണം. വാഹനം, നല്ല കൂട്ടുകാരി, നല്ല ഭക്ഷണം, നല്ല താമസം, ഇതെല്ലാം റെഡി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നിർബന്ധമുള്ളൂ. പെണ്ണാണെങ്കിൽ ഒന്നുകൂടി മെഹ്റം കൂടെ ഉണ്ടാവും. മെഹ്റമില്ലെങ്കിൽ ഹജ്ജ് നിർബന്ധം ഇല്ല. മനസ്സിലായോ? അപ്പൊ എത്രയും പെട്ടെന്ന് പോണം. അല്ലാഹു നല്ല തൗഫീഖ് തരട്ടെ. 5-മത്തത് റമദാൻ മാസത്തിൽ ഈ 5 എണ്ണമാണ് ഇസ്ലാമിന്റെ പില്ലേഴ്സ്, അർക്കാനുൽ ഇസ്ലാം. നമ്മുടെ അഖീദയിൽ ഈ 5 കാലത്തെ പറ്റി വിശദമായിട്ടുള്ള ചർച്ചകൾ അന്നേരം പറയാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഹദീസ് കാണാതെ പഠിച്ചു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, പഠിച്ചില്ല. 2 ഹദീസായി 40 ഹദീസ് കഴിയുമ്പോൾ 10 ഹദീസ് കഴിയുമ്പോൾ ഒരു എക്സാമിൽ എന്താണ്ടാവും വെച്ചാല്, ഒന്ന് ഹദീസ് കാണുന്നു പറയാം, പിന്നെ വാക്കുകളുടെ അർത്ഥം, പിന്നെ ചില മസ്തകൾ, ഹദീസുമായി ബന്ധപ്പെട്ട ചില മസ്തകൾ ചോദിക്കും, അതിനുത്തരം. അപ്പൊ കറക്റ്റ് നോട്ട്സ് ഇത് കേട്ട് എഴുതിയെടുത്തിട്ട് പഠിക്കണം. ഓക്കെ? ഈ 5 എണ്ണം ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ
ഇത് മാത്രമല്ല ഇസ്ലാം. ഇതുണ്ടെങ്കിലേ മുസ്ലിം ആവും. ഇത് മുസ്ലിം ആയി കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാനുള്ളത് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടിയാകുമ്പം പക്ക ഇസ്ലാം. ആ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതില്ലെങ്കിലും ഇസ്ലാമേ പോയി. പക്ഷെ ഇത് കൃത്യമാണ്. ഈ 5 കൃത്യമായിട്ടുണ്ട്. ബാക്കി പലതുമില്ല. എന്നാലോ ഇസ്ലാമുണ്ട്, പക്ഷെ നാഖിസാണ്. നാഖിസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അല്ല. എന്താ പറയാ? ന്യൂനതകളുള്ള ഇംഗ്ലീഷിൽ പറയാം. ന്യൂനത എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂനത ന്യൂനത മനസ്സിലായോ? അയ്യ കുറവ്. എന്താ പറയുക ഇംഗ്ലീഷിൽ? ഇൻകംപ്ലീറ്റ്. അതല്ലേ വേറൊരു വാക്കുണ്ടോ? മനസ്സിലായോ? പക്ഷെ ഈ 5 ഉണ്ട്. അതേ സമയത്ത് അതിന്റെ അപ്പുറത്ത് പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണ ഇസ്ലാമാണ്. ഇസ്ലാം കാമിൽ. അങ്ങനെ ശരിക്കും ആവുന്നു. പൂർണ്ണ മുസ്ലിം ആവണം. അതിനെല്ലാം കൂടി ഉണ്ടാവും. അല്ലെങ്കിൽ കുറഞ്ഞ ഇസ്ലാം ഉണ്ടാവും. പക്ഷെ ഈ 5 ഒന്നില്ലെങ്കിലും ഇസ്ലാമി ഇല്ലാതെയാവും. പഠിച്ചു കൊടുക്കാം. അബ്ദുല്ലാഹി ബിൻ عمر بن الخطاب رضي الله عنهما قال قال رسول الله صلى الله عليه وسلم بني الإسلام على 5 شهادة أن لا إله إلا الله وأن محمدا رسول الله وإقام الصلاة وإيتاء الزكاة والحج وصوم رمضان متفق عليه. നിഹാലിൽ പോകാൻ വളരെ തിരക്കായതുകൊണ്ടും അദ്ദേഹത്തിന് എന്തോ ആവശ്യമുള്ളത്